വെനസ്വേലയ്ക്കെതിരെ പ്രതികാര നടപടിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വെനസ്വേലയിൽ നിന്നും എണ്ണയും വാതകവും വാങ്ങുന്ന രാജ്യങ്ങൾ അമേരിക്കയുമായി നടത്തുന്ന വ്യാപാരത്തിൽ ഏപ്രിൽ 2 മുതൽ 25% തീരുവയാണ് ഏർപ്പെടുത്തുന്നത്. വെനസ്വേലയിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങുന്ന ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെയും ഇത് ബാധിക്കാം. ഇന്ധന വില വർധനയ്ക്ക് അടക്കം ഇത് കാരണമാകാനും സാധ്യതയുണ്ട്. എണ്ണ വില കൂടിയാൽ പണപ്പെരുപ്പ നിരക്ക് കൂടും, ഗതാഗത ഉൽപ്പാദന ചെലവും കൂടും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മൊത്തം സാമ്പത്തിക വളർച്ചയടക്കം ഇത് ബാധിക്കാം. അടിക്കുന്നത് വെനസ്വേലയ്ക്കിട്ടാണെങ്കിലും ഇന്ത്യക്കടക്കം കൊള്ളാൻ സാധ്യതയുള്ള ഒന്നാണിത്. ഈ വെനസ്വേലയിൽ നിന്നുള്ള ഈ ഇന്ധന ഇറക്കുമതി 1 വർഷമെങ്കിലും നിർത്തിവെച്ചാൽ മാത്രമേ ഈ താരിഫിൻ്റെ വർധനവ് അമേരിക്ക പിൻവലിക്കൂ എന്നാണ് ട്രംപ് പറയുന്നത്. വെനസ്വേലയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി നിർത്തേണ്ടി വന്നാൽ റഷ്യയിൽ നിന്ന് കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യേണ്ടി വരും. അത്തരത്തിലേക്കുള്ള ചില ചർച്ചകൾ കൂടി ഇന്ത്യൻ എണ്ണ കമ്പനികൾ തുടങ്ങിയതായി അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊരു സാഹചര്യത്തെ മറികടക്കാനുള്ള നീക്കമാണിത്. അമേരിക്കയെ എതിർക്കുന്ന രാജ്യങ്ങളുമായി സഹകരിക്കുന്ന രാജ്യങ്ങളും അതിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന നയമാണ് ഡൊണാൾഡ് ട്രംപിൻ്റേത്. വെനസ്വേലയിൽ നിന്നും എണ്ണയും പ്രകൃതിവാതകവും വാങ്ങുന്ന രാജ്യങ്ങൾക്കാണ് ട്രംപ് ഇങ്ങനെ 25% അധിക തീരുവ ഏർപ്പെടുത്തുന്നത്. നിലവിൽ എത്രയാണോ താരിഫ്, ആ താരിഫിന് പുറമെയാണ് ഈ 25% കൂടി ഏർപ്പെടുത്തുന്നത്. ഈ ഏപ്രിൽ 2 ഈ താരിഫ് നിലവിൽ വരുന്ന ഏപ്രിൽ 2 മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അമേരിക്കയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഓരോ രാജ്യവും എത്ര ശതമാനം ഇറക്കുമതി തീരുവയാണോ ഏർപ്പെടുത്തിയിട്ടുള്ളത്, അത്രയും തന്നെ തീരുവ അമേരിക്കയും ഈ രാജ്യങ്ങൾക്ക് മേൽ ചുമത്താനായി നിശ്ചയിച്ച ട്രംപിൻ്റെ തീരുമാനം നടപ്പാക്കാൻ പോകുന്ന ദിവസം കൂടിയാണിത്. ഇതും ലോകത്തെ പല രാജ്യങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നാണ്. അമേരിക്കയെ എതിർക്കുന്ന രാജ്യങ്ങളെയും ആ രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന രാജ്യങ്ങളെയും നയതന്ത്രപരമായും സാമ്പത്തികമായും സമ്മർദ്ദത്തിലാക്കുക. ഈ തന്ത്രമാണ് തനി കച്ചവടക്കാരൻ കൂടിയായ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പയറ്റുന്നത്. വെനസ്വേലയെ സാമ്പത്തികമായി എല്ലാ തരത്തിലും ഞെരുക്കുകയാണ് ട്രംപിൻ്റെ ലക്ഷ്യം. വെനസ്വേല അമേരിക്കയോട് ശത്രുതാ മനോഭാവം പുലർത്തുന്ന രാജ്യമാണെന്നും കുറ്റവാളികളെ മനഃപൂർവ്വം അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്നു എന്നുമൊക്കെയാണ് ട്രംപ് തൻ്റെ സമൂഹ മാധ്യമമായ വഴി ഉന്നയിച്ച ആരോപണം. അമേരിക്ക നാടുകടത്തിയവരെ സ്വീകരിക്കാൻ വെനസ്വേല തയ്യാറാകാതിരുന്നതാണ് പ്രകോപനത്തിലുള്ള കാരണം. പിന്നീട് ഇത് അംഗീകരിക്കാനൊക്കെ വെനസ്വേല തയ്യാറായെങ്കിലും വിട്ടുവീഴ്ചയ്ക്ക് പക്ഷേ ട്രംപ് തയ്യാറായില്ല. അമേരിക്കയെ എതിർക്കുകയോ അമേരിക്കയുടെ എതിരാളികളുമായി കൂട്ടുകൂടുകയോ അവരുമായി വ്യാപാരബന്ധം സ്ഥാപിക്കുകയോ ചെയ്യേണ്ടി വരുന്ന രാജ്യങ്ങൾക്കടക്കം കനത്ത തിരിച്ചടി നേരിടേണ്ടി വരും എന്നൊരു സന്ദേശമാണ് ലോകത്തിന് നൽകാൻ വേണ്ടി ട്രംപ് ശ്രമിക്കുന്നത്. ട്രംപിൻ്റെ ഈ അടി ശരിക്കും വെനസ്വേലയ്ക്ക് ഇട്ട് തന്നെയാണ്. പക്ഷേ ഇന്ത്യയും ചൈനയും അടക്കമുള്ള നിരവധി രാജ്യങ്ങളെയൊക്കെ ഇത് നന്നായി ബാധിക്കാനും ഈ അടി കൊള്ളാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. വെനസ്വേലയിൽ നിന്ന് ഇന്ത്യയും എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിൽ കഴിഞ്ഞ വർഷം 22 മില്യൺ ബാരൽ എണ്ണയാണ് വെനസ്വേലയിൽ നിന്നും ഇന്ത്യ ഇറക്കുമതി ചെയ്തത്. ഇന്ത്യയുടെ ആകെ വാങ്ങുന്ന ക്രൂഡ് ഓയിലിൻ്റെ 1.5% മാത്രമാണ് ഈ വെനസ്വേലയിൽ നിന്ന് ഉള്ളതെങ്കിലും 2024 ജനുവരിയിൽ വെനസ്വേല കയറ്റുമതി ചെയ്ത ക്രൂഡ് ഓയിലിൻ്റെ പകുതിയോളം ഇന്ത്യയിലേക്കായിരുന്നു. പുതിയ താരിഫ് വരുന്നതോടെ ഇന്ത്യൻ റിഫൈനറികളാകെ സംഭരണ ചെലവ് കൂടാൻ സ്വാഭാവികമായും സാധ്യതയുണ്ട്. വെനസ്വേലയിൽ നിന്ന് നിലവിൽ ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്ന രാജ്യം ചൈനയാണ്. വെനസ്വേലയുടെ ആകെ എണ്ണ കയറ്റുമതിയുടെ 55% നിലവിൽ ചൈനയിലാണ്. അതിപ്പോൾ 45 മുതൽ 55% വരെ എന്ന് പറയാം വിവിധ മാസങ്ങളിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ. വെനസ്വേലൻ ഭരണാധികാരികളായ ഹ്യൂഗോ ഷാവോസുമായും അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായ നിക്കോളാസ് മഡൂറോയുമായിട്ടൊക്കെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന രാജ്യമാണ് ചൈന. നിലവിൽ തന്നെ ചൈനയ്ക്കെതിരെ കടുത്ത സാമ്പത്തിക വിരോധവും ഇറക്കുമതി കാര്യത്തിലൊക്കെ തീരുവ വർദ്ധിപ്പിക്കലും ഒക്കെ ഒരു തീരുവ യുദ്ധം ചൈനയുമായി അമേരിക്ക നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചൈനയെ ഇത് കാര്യമായി ചിലപ്പോൾ ബാധിച്ചേക്കാൻ സാധ്യതയില്ല. പക്ഷേ ഇന്ത്യ അടക്കമുള്ള മറ്റു രാജ്യങ്ങളെ അങ്ങനെ ആവില്ല ഈ തീരുവ ബാധിക്കുക. നമ്മളെ സാമ്പത്തികമായി ഞെരുങ്ങിയാൽ അത് നമ്മുടെ എല്ലാ തരത്തിലും നമ്മുടെ ഇന്ധന പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും അടക്കം വില കൂടുന്നതിലേക്കടക്കം നീങ്ങാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വില കൂടിയാൽ സ്വാഭാവികമായും ഗതാഗത ചെലവ് കൂടും, ഉൽപ്പാദന ചെലവ് വർദ്ധിക്കും. അത് നമ്മുടെ പണപ്പെരുപ്പത്തെ ബാധിക്കും, നമ്മുടെ ആകെ രാജ്യത്തിൻ്റെ വളർച്ചയൊക്കെ ബാധിക്കാൻ സാധ്യതയുള്ളതാണ്. അങ്ങനെ വിശാലമായ അടിസ്ഥാനത്തിൽ ഞങ്ങളോടൊപ്പം നിൽക്കുക, അല്ലെങ്കിൽ ഞങ്ങളുടെ ശത്രുക്കളോട് സഹായിക്കാനുള്ള നിലപാടുകൾ സ്വീകരിച്ചാൽ അവരെയൊക്കെ തകർക്കുക എന്നുള്ളൊരു തന്ത്രത്തിലേക്കാണ് ട്രംപ് ഇപ്പോൾ നീങ്ങുന്നത്. ഇതിനോട് ലോകത്തെ ബഹുഭൂരിപക്ഷം വരുന്ന രാജ്യങ്ങൾ ഏത് തരത്തിലായിരിക്കും പ്രതികരിക്കുക എന്നതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ട്രംപ് സമാന നീക്കങ്ങളുമായി ഇനിയും മുന്നോട്ട് പോകുമോ അതോ പിൻവാങ്ങുമോ എന്നൊക്കെ അറിയേണ്ടത്. അതെന്തായാലും കാത്തിരുന്ന് കാണേണ്ട ഒരു കളി തന്നെയാണ്.